നിങ്ങൾ കൂനിൽമേ കുരുവെന്ന് കേട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇതേ കാണും. ചത്ത് ആശുപത്രി പോവാം. വൈകുന്നേരം ഇരുന്നപ്പോഴത്തേക്കും പൊന്നു വിളിച്ചിട്ട് പറഞ്ഞു പൊന്നിന്റെ കയ്യിൽ അമ്മിക്കല്ല് വീണെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ ഒരുങ്ങി ചെന്നപ്പോഴത്തേക്കും അമ്മു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഡോക്ടർ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ ചെന്നപ്പോൾ തന്നെ ഡോക്ടറെ പോലും കാണിച്ചില്ല. പെട്ടെന്ന് തന്നെ അവർ ഫുള്ള് ക്ലീൻ ആക്കി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു വേദനക്കുള്ള. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചതവ ഒടിവ എന്തെങ്കിലും ഉണ്ടാന്ന് അറിയാൻ വേണ്ടി എക്സ്റേ എടുക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സ്റേയിൽ ചെറിയൊരു ചതവുണ്ടായിരുന്നു. അങ്ങനെ പൊന്നിന്റെ 2 വിരലും കൂടി ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പൊന്നിന് ഇന്നത്തെ ദിവസം ഭയങ്കര കഷ്ടകാലമായിരുന്നു. പൊന്നുന്നല്ല, രാവിലെ ഷിബിക്കക്ക് വയ്യാണ്ട് പൊന്നു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോകാനായിട്ട്, BP ലോ ആയിട്ട്. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തി 2 ദിവസത്തേക്ക് റെസ്റ്റ് പറഞ്ഞപ്പോഴാണ് പൊന്നുവിൻ്റെ കൈ അമ്മിക്കല്ലിൻ്റെ ഇടയിൽ പോയത്. അങ്ങനെ പൊന്നിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഇക്കാട കൈ മുറിഞ്ഞ് ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞു. അത് ചെറിയൊരു സ്റ്റിച്ച് എന്തോ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അവരുടെ കാറ് പോയി ഇടിച്ചിട്ടുണ്ടായിരുന്നു. കാർ ഇടിച്ചതിൻ്റെ ഫ്രണ്ട് ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു. എന്ത് കൂനുമേ കുരുന്ന് പറഞ്ഞ പോലെ ആയി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു കസേരയിൽ ഒരു പട്ടിയും ഒരു അപ്പൂപ്പനും കൂടി ഇരിക്കുന്നു. ഞാൻ ഓർത്ത് ഒറിജിനലായിരിക്കുന്നു. അടുത്ത് പോയി നോക്കിയപ്പോഴത്തേക്കും കറക്റ്റ് ഒറിജിനൽ പോലെ തന്നെ, പക്ഷേ ഡെമ്മിയാണ്. അങ്ങനെ അവിടെ നിന്ന് നേരെ അമ്മുൻ്റെ വീട്ടിലോട്ടാണ് പോയപ്പോഴത്തേക്ക് സലീമാപ്പി കുറേ പൊരിസാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഏനുണ്ടോ പൊന്നു? വെളിയനാട് പോവണ്ട് പൊന്നു. രാവിലെ മുതൽ പൊന്നു വിളിച്ചോണ്ടിരിക്കുക, വെളിയനാട് പോകാം. ഇപ്പം എല്ലായിടവും പോയി. വീട്ടിൽ വന്ന ബാക്കി ഇച്ച് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബേബി, സി.